ഹലോ ഫാഷനിസ്റ്റാസ്, നമ്മിൽ പലരും സാരി ഉടുക്കുന്നതല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാ ഈ സാരി ഉണ്ടാക്കിയെന്ന്? അല്ലെങ്കിൽ ആരാ ഈ സാരി ഫസ്റ്റ് ഉടുത്തിട്ടുണ്ടാവാന്ന്? ഒന്നും വേണ്ട, ഈ സാരി കണ്ടുപിടിച്ച ആരാണെങ്കിലും ആസ് എ ഗേൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? എനിക്കറിയാം. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ സാരിയുടെ ഒരു സ്റ്റോറി. സാരിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് കുറച്ചധികം പഴയതാണ്. നമ്മുടെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? അത് തന്നെ. സോ ആ ടൈമിൽ നെയ്ത്തുകാർ സാരി ഉണ്ടാക്കിയെന്നും അത് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇൻഡിഗോ, റെഡ്, യെല്ലോ തുടങ്ങിയ കളേഴ്സൊക്കെ യൂസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദു കൾച്ചറിൽ നിന്നാണ് സാരി ഉണ്ടായെന്നും മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ സാരി വസ്ത്രഹരണ സമയത്ത് സാരി അനന്തമായി വളരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ കൺട്രീസിലൊക്കെയും സാരി യൂസ് ചെയ്യുന്നുണ്ട്. ഈ സാരി എന്നുള്ള പേര് കിട്ടിയത് സാൻസ്ക്രിറ്റിൽ നിന്നാണ്. മലയാളത്തിൽ സാരീനെ സാരിയെന്നും അല്ലെങ്കിൽ മുണ്ടും നേരിയതും എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സാരി 5 to 9 യാർഡ്സ് ആണ്. 9 യാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രഡീഷണൽ യൂസസിന് വേണ്ടിയിട്ടൊക്കെയാണ്. എസ്പെഷ്യലി ഈ മഹാരാഷ്ട്ര, തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങൾ. തമിഴ്നാട്ടിൽ ഫേമസ് മടിസാർ സാരിയാണ്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദിയ കൃഷ്ണ അവരുടെ പ്രഗ്നൻസി പൂജയുടെ സമയത്ത് മടിസാർ സാരീസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യൂൻ ഓഫ് സാരീസ് എന്നറിയപ്പെടുന്നത് ഏത് സാരിയാണെന്ന് അറിയാവോ? ഡു കമൻറ്റ് ബിലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് സാരിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. സോ ഫോർ മോർ, സ്റ്റേ സ്റ്റൈലിഷ്, ഹിറ്റ് ഫോളോ.